കൊറോണ ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ കൊറോണ എന്ന വിശുദ്ധയുടെ പേരുള്ള സന്യാസിനി ശ്രദ്ധേയയാകുന്നു. CMC സന്യാസിനി സമൂഹാംഗമായ തൃശ്ശൂരിലെ സിസ്റ്റർ കൊറോണയുടെ പേരാണ് എല്ലാവരിലും കൗതുകമുണർത്തുന്നത്. 1956 ഓഗസ്റ്റ് 12-നാണ് സിസ്റ്റർ കൊറോണ മഠത്തിൽ ചേർന്നത്. സഭാവസ്ത്രം സ്വീകരിച്ച വേളയിൽ ബിഷപ്പ് ജോർജ് ആലപ്പാട്ടാണ് സിസ്റ്ററിന് വിശുദ്ധ കൊറോണയുടെ പേര് ഇട്ടത്. വിശുദ്ധ കൊറോണയുടെ ചിത്രവും ബിഷപ്പ് സിസ്റ്ററിന് സമ്മാനിച്ചിരുന്നു. CMC സന്യാസിനി സമൂഹത്തിന്റെ തൃശൂർ കുരിയച്ചിറ സെന്റ് പോൾസ് കോൺവെന്റിൽ വിശ്രമജീവിതം നയിക്കുകയാണ് സിസ്റ്റർ കൊറോണ. സിസ്റ്ററുടെ പേര് ബേബി എന്നായിരുന്നു. പലരും തന്നോട് കൊറോണ എന്ന പേര് മാറ്റണമെന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ബിഷപ്പ് തന്നോട് പേര് മാറ്റരുത് എന്ന് പറഞ്ഞിരുന്നതിനാലാണ് താൻ പേര് മാറ്റാതിരുന്നതെന്നും സിസ്റ്റർ ഷെക്കീന ന്യൂസിനോട് പറഞ്ഞു. പിതാവ് ഈ പേര് തരുമ്പോൾ എന്നോട് പ്രത്യേകമായി പറഞ്ഞിരുന്നു, ഈ പേര് മാറ്റരുത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരാണതെന്ന് പറഞ്ഞിരുന്നു. അതുപ്രകാരമാണ് ഞാൻ ഇത്രയും കാലം ഈ പേര് മാറ്റാതിരുന്നത്. ഈ പേര് മാറ്റുന്നതിന് എൻ്റെ ബാച്ചിൽപ്പെട്ട സിസ്റ്റേഴ്സും പലരും എന്നോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ പിതാവ് പറഞ്ഞ ഈ വാക്കനുസരിച്ച് ഞാൻ ഈ പേരിനെ ഒട്ടും മാറ്റിയില്ല. ഞാൻ ഈ അടുത്ത് കൂടി പറഞ്ഞ ഈ പേരോടനെ ഒരു ചെരുപ്പിനുണ്ടായിരുന്നു ഈ പേര്, കൊറോണ ചെരുപ്പെന്ന്. മഹാമാരിയുടെ ദിനങ്ങളിൽ കൊറോണ ഭീതിയിൽ കഴിയുന്നവർക്കായി ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് സിസ്റ്റർ ഇപ്പോൾ. തൃശൂർ അമല ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്ത സിസ്റ്റർ കൊറോണയുടെ സ്നേഹമറിയാത്ത രോഗികളില്ല. തൃശൂർ കൊട്ടേക്കാട് നീലങ്കാവിൽ ദേവസി കുഞ്ഞാറം ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ കൊറോണ. 88ാമത്തെ വയസ്സിലും ഊർജ്ജസ്വലയാണ് സിസ്റ്റർ കൊറോണ. ഇന്ന് ലോകം മുഴുവൻ കൊറോണയെ ഭയത്തോടെ നോക്കുമ്പോൾ സിസ്റ്റർ കൊറോണയെ തേടി ഒത്തിരിയേറെ പ്രാർത്ഥനകളും സന്ദേശങ്ങളും എത്തുകയാണ്. തൃശൂർ സെന്റ് പോൾസ് കോൺവെന്റിൽ നിന്നും ക്യാമറമാൻ ദിബിൻ മോഹനൊപ്പം അജീഷ് സാലു, ഷെക്കീന ന്യൂസ്.